സുന്ദരമായ ഒരു ഭാഷ, ആ ഭാഷയിലെ ഏറ്റവും സുന്ദരമായ പദങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ തരളിതമാക്കുന്ന, നമ്മുടെ ഹൃദയത്തെ ചൂടുപിടിപ്പിക്കുന്ന നമുക്കേറെ പ്രിയപ്പെട്ട രണ്ട് കവികൾ ഇന്ന് ഈ കാവ്യസന്ധ്യയിൽ നമ്മോടൊപ്പം ഉണ്ട്. അവരുമായൊരു വർത്തമാനമാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ കുറച്ച് കവിതകളും മാത്രമല്ല നമുക്ക് ഏറെ ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകളൊക്കെ നമുക്ക് സമ്മാനിച്ച ഒരു ഗാനരചയിതാവ് കൂടിയാണ് കവി. അതുകൊണ്ട് തന്നെ ചില പാട്ടുകൾ കൂടി കേൾക്കണമെന്ന് സദസ് ആഗ്രഹിക്കുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് ആ പാട്ടുകൾ കൂടി കേൾക്കാം എന്ന് ഞാനും വിചാരിക്കുന്നു. അപ്പൊ ഇവർ രണ്ടുപേരോടൊപ്പം തന്നെ 3 യുവയുടെ പ്രതിഭകളെ കൂടി നമ്മുടെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ആ 3 പ്രതിഭകളായിരിക്കും കവിതയും ഗാനങ്ങളും നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ അവരും കൂടി സ്വാഗതം ചെയ്യാം. ആദ്യം ഈ 2 കവികളെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഒരു സ്വീകരണം ഋഷിക രാജ്, അരവിന്ദ്, മനുഷിക. ഇനി യാതൊരു മുഖവരിയില്ലാതെ ഞാൻ ഈ കവികളെ, നമ്മുടെ പ്രിയപ്പെട്ട ഭാഷയുടെ കരുത്തുറ്റ 2 കവികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ പി രാമചന്ദ്രൻ ആദ്യം. മഴ കൊണ്ട് മാത്രം ബാക്കിയൊക്കെ ഹൃദയത്തിലേക്ക് വന്ന് പതിച്ചെന്ന് അല്ലെ, അത്രയും മതി. ശ്രീ റഫീഖ് അഹമ്മദ്. കടപ്പുറത്തോ അല്ലെങ്കിൽ കാട്ടിലോ അല്ലെങ്കിൽ മലയുടെ ഹിമാലയപർവ്വതത്തിന്റെ മുകളിലോ അങ്ങനെ ലോകത്തിലെ അത്ഭുതങ്ങളുടെ ഇടയിലൊക്കെ പോയിരുന്നാൽ പോലും കിട്ടാത്ത തരത്തിലുള്ള ഒരു സവിശേഷമായിട്ടുള്ള ഒരു ഊർജം പുസ്തകങ്ങളുടെ കൂടെ വായിച്ചില്ലെങ്കിൽ പോലും പുസ്തകങ്ങളുടെ കൂടെ നമുക്ക് കിട്ടാറില്ല. കാരണം അത് അത്രയും വലിയ വലിയ മനസ്സുകളിൽ നിന്നും മനസ്സുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന പോലെ ഒരുപാട് മൺമറഞ്ഞു പോയിട്ടുള്ള വലിയ മഹാന്മാരുടെയും ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാന്മാരായിട്ടുള്ളവരുടെയൊക്കെ അവരുടെയൊക്കെ മനസ്സുകളുമായിട്ട് ആ മനസ്സുകളാണ് അവിടെ ഇങ്ങനെ തെരഞ്ഞു നിൽക്കുന്നത്. അതിനിടയിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സവിശേഷമായിട്ടുള്ള അനുഭൂതി അത് വളരെ വലുതാണ്. ഇവിടെ ഒരുപാട് ഭാഷകളിലെ, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിലെയും നിരവധി പുസ്തകങ്ങളുടെ ഇടയിലൂടെ നടന്നു പോയപ്പോഴുണ്ടായിട്ടുള്ള അനുഭൂതി അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയത്തില്ല. വളരെ സന്തോഷമുണ്ട്. ഈ പുസ്തകങ്ങൾ വായിക്കുന്നതോടൊപ്പം തന്നെ അത് വാസനിക്കുന്നതിന്റെ ചില മധുരമായ ഓർമ്മകളും പറ്റും. ഇപ്പം എനിക്ക് ആദ്യം വീട്ടിലുണ്ടായിരുന്ന ഈ പുരാണ പുസ്തകങ്ങൾ അതിനൊക്കെ അത് മടക്കി നോക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആധ്യാത്മികമാണുണ്ടല്ലോ. അതല്ല പിന്നീട് ഈ സോവിയറ്റ് യൂണിയനിൽ ഈ റാഡുക പബ്ലിക്കേഷൻസ്, പ്രോഗ്രസ് പബ്ലിക്കേഷൻസിന്റെ ഒക്കെ പുസ്തകങ്ങൾ നമ്മൾ ഇതുപോലെ അന്നത്തെ കാലത്ത് ഇതുപോലെ ബുക്ക് ഫെസ്റ്റിവലുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കോഴിക്കോടോ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ പുസ്തകങ്ങൾ മണം, സോവിയറ്റ് യൂണിയന്റെ മണം അതിന്റെ ഒരു ഓർമ്മയുണ്ട്. എന്നുവെച്ചാൽ അവിടുന്ന് വരുന്ന പുസ്തകങ്ങളാണ്. അങ്ങനെ വാസനിക്കുന്ന പുസ്തകം വായിക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ അതിനെ ഓൺ ചെയ്യുന്നതിന്റെ ഒരു അനുഭവമുണ്ട്. അതും ഇവിടെ വന്നപ്പോൾ ഈ ഒരുപക്ഷെ ആദ്യ മഴ, പിന്നെ മണ്ണിലെ ആദ്യത്തെ ഈ ചുട്ടുപഴുത്ത് നിൽക്കുന്ന മണ്ണില് മഴ പെയ്യുമ്പോഴാവുന്ന ഒരു പുതുമണീന്റെ മണമുണ്ട്. ഈ മണമായിട്ട് എങ്ങനെയോ ഈ പുസ്തകങ്ങളുടെ മണം ബന്ധപ്പെടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പുസ്തകം കിട്ടിയതിന് ആദ്യം തന്നെ വായിക്കുന്നതിന് മുമ്പായിട്ട് അത് മണത്തുറക്കാറുണ്ട്. ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ ഇപ്പം ഈ റീഡർക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു പുസ്തകങ്ങളുടെ ഒരു അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പുസ്തകം എന്ന് പറയുന്ന സംഗതി പുസ്തകം തൊടുന്നു, വായിക്കുന്നു, മറിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ജീവനുള്ള ജീവനുമായിട്ട് ബന്ധപ്പെടുന്ന പറയുന്ന സംഗതിയാണ്. ഒരു ചെറിയൊരു കവിതയുണ്ട്. അതെന്താണ്, ഒരു കുട്ടി മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം കയ്യെത്തിച്ചെടുക്കണം. വേറെ കവിത, പൂത്തു നിൽക്കുന്ന മേശതൻ കൊമ്പുകൾ ചായ്ച്ചു പൊട്ടിച്ച പുസ്തകത്തിൻ മണം. പൂത്തു നിൽക്കുന്ന മേശതൻ കൊമ്പുകൾ ചായ്ച്ചു പൊട്ടിച്ച പുസ്തകത്തിൻ മണം. അല്ല, ഇത് പറഞ്ഞപ്പോഴാണ് ഒരുപക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ എഴുത്തുകാർ, ഇപ്പൊ ശ്രീ പി രാമചന്ദ്രനാണെങ്കിലും ബി മുരളി ആണെങ്കിലും ഒക്കെ ഈ ഉംബർട്ടോ എക്കോ ഒരു വലിയ താല്പര്യമുള്ള ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്, ബി മുരളിയുടെ ഒരു കഥയുമുണ്ട്. ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഉംബർട്ടോ എക്കോ പറഞ്ഞൊരു കാര്യം, ഈ പുസ്തകം ചിതറിച്ചു പോകും, കാലക്രമേണ അത് നശിച്ചു പോകും. പക്ഷെ അതിനുള്ളിൽ ഭാവനയും വിവേകവും നിങ്ങളെ സ്വതന്ത്രരാക്കും,
കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും എന്നാണ് ഉംബർട്ടോ എക്കോ പറഞ്ഞത്. ഞാൻ അത് പറഞ്ഞത് കൊണ്ട് മാത്രം എന്താണ് ഈ ഉംബർട്ടോ എക്കോ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ബീമുരളിയും മാഷും ഒക്കെ ഏതാണ്ട് സമാനന്മാരായതുകൊണ്ടാണ് നമ്മൾ അത്രയധികം സ്വാധീനിച്ച ഒരു എഴുത്തുകാരനാണ്. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വലിയ ആഴത്തിലുള്ള ഒരു വായനയേക്കാൾ ഒരു പരന്ന വായനക്കാരനാണ്. എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം മാത്രം കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുക, പലതവണ വായിക്കുക, അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. പരന്ന് വായിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ പകുതി വായിച്ച് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് വായിക്കാതിരിക്കാൻ കഴിയും. അതാണ് എന്റെ വായനയുടെ ബന്ധം. അപ്പോൾ ഉംബർട്ടോ ഒക്കെ ആയാലും അത്തരം ഓതേഴ്സിനെ നമ്മൾ വായിക്കും. പക്ഷെ അങ്ങനെ പൂർണ്ണമായിട്ട് ഞാൻ ഒരു അക്കാഡമിക് പഠിച്ചിട്ടുള്ള വായനയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ ആ ഒരു സമയത്ത് അത് എനിക്കൊരു കവിതയ്ക്ക് പ്രമേയമാവുകയാണ്. അതേപോലെ ഇപ്പോ ഉണങ്ങിടട്ടെ എന്നാണ് ആ കവിത. കൊപ്ര മീനിങ്ങിന് അർത്ഥത്തെ കുറിച്ചും പിന്നെ വാക്കിനെ കുറിച്ചുമുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അത്. ഈ പുസ്തകം വായിച്ചതിന്റെ ഒരു അനുഭവത്തിനാണ്, വായനയിൽ നിന്നുണ്ടായ ഒരു കവിത ഈ ആ കവിതയെ കുറിച്ച് കുറെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. മുരളിന്റെ ഒരു കവിത. ഈ കൂട്ടത്തിൽ ഈ പുസ്തകത്തിന്റെ മണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളിലേക്ക് വരുന്നതേ ഉള്ളൂ. എന്തായിരുന്നാലും ഈ റഫീഖ് മാഷന്റെ തുടക്കമുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് മഴ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ അത് പാടുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഋഷിക രാജൻ എന്ന് വിളിക്കാം. നമുക്കൊരു പാട്ടിന്റെ 4 വരി കേട്ടിട്ട് ഒന്ന് ഉഷാറായി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ലേ? മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രളയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തീരികളുണ്ടാത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ മധുരം പടന്നൊരു ചുണ്ടുമായി വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമോല ചഷകത്തിൽ ഇരുപുറം നാം. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തീരികളുണ്ടാത്മാവിനുള്ളിൽ. താങ്ക് യു ഋഷി. ശരിക്കും ഈ കവികളായ കവികളൊക്കെ കവിത എഴുതുന്നത് കരിമഷി കൊണ്ടല്ല, ഉയിരിന്റെ ഒപ്പലിന് ചേർന്നിട്ടുള്ള ചോര കൊണ്ടും കണ്ണീര് കൊണ്ടുമാണ് എന്ന് ലീലാവതി ടീച്ചറിന്റെ അവതാരികയിൽ ലീലാവതി ടീച്ചർ എഴുതിയതാണ്. അത് എഴുതിയത് ഉമ്മക്കുലിസു മരിച്ചെന്ന രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തു നിന്നു. ഉറ്റവരൊക്കെയും പോയി വന്നു, ഒറ്റമോ ശൂന്യമായി തീർന്നിരുന്നു. ആ കവിതയെ കുറിച്ചാണ് ടീച്ചർ എഴുതിയത്. അത് ഉയിരിന്റെ നേരലിന് ചേർന്ന ചോര തുടിക്കണം, കണ്ണീര് തുളുമ്പണം, അത് തോരാമഴയിൽ ആവോളമുള്ളതാണ്. ഒരുപക്ഷെ പല സദസ്സുകളിലും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടാകാം. തോരാമഴ ധാരാളം വായിക്കപ്പെട്ടതും ധാരാളം ചൊല്ലിക്കേട്ടതുമായിട്ടുള്ള കവിതയാണ് തോരാമഴ. ഇടശ്ശേരി എഴുതിയ ഒരു വാചകമുണ്ട്, പറഞ്ഞു പോകരുത് മറ്റൊന്നിൻ പകർപ്പൻ. മാത്രമല്ല എന്നോട് വെച്ച വേറിട്ട് കേൾക്കണമെന്ന് വയലൂപ്പള്ളിയും എഴുതി. ഒരുപക്ഷെ റഫീഖ് അഹമ്മദ് തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, മാമ്പഴം പോലെ തോന്നി തോരാമഴ എന്നാണ്. അത് എഴുതുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു, അതോ തോരാമഴ എഴുതി കഴിഞ്ഞിട്ടാണോ മാമ്പഴം മനസ്സിൽ വന്നത്? മാമ്പഴം ഒക്കെ നമ്മളെ എത്രയോ കുട്ടിക്കാലം മുതലേ, പക്ഷെ വളരെ ചെറുപ്പം മുതലേ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു കവിതയാണ്. അതൊന്നും ആർക്കും അനുകരിക്കാൻ പറ്റുന്ന കവിതയല്ല ഇത്. പിന്നെ തോരാമഴ എന്ന് പറയുന്ന കവിത എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. അതിൽ പറയുന്ന മുമ്പ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, മരിച്ചിട്ടില്ല. അപ്പൊ അതൊരു യഥാർത്ഥത്തിലുള്ള അനുഭവമാണ്. ആ അനുഭവത്തെ കവിതയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നു. ഒരു മാമ്പഴം എന്ന് പറയുന്ന കവിത
രണ്ടും രണ്ടാണ്. രണ്ടിലും ഒരു കുഞ്ഞിന്റെ മരണം എന്ന് പറയുന്നത് പല കവിതകളിലും കഥകളിലും നോവലുകളിലും സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്. കുഞ്ഞിന്റെ മരണം എന്ന് പറയുന്നത് മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. മറ്റു കാര്യങ്ങൾ പിന്നെ വൈലോപ്പിള്ളിയുടെ കവിത എന്ന് പറയുന്നത് സത്യത്തിൽ അത് രണ്ട് തരത്തിലുള്ള ലോകങ്ങളെ അഡ്രസ് ചെയ്യുന്നതാണ്. കുട്ടി കാണുന്ന ലോകവും മുതിർന്നവരുടെ ലോകവും, ഈ രണ്ട് ലോകം തമ്മിലുള്ള വൈരുദ്ധ്യമാണ് അതിൽ. മാത്രമല്ല അതിന് വേറെ ഒരുപാട് മനഃശാസ്ത്രപരമായ തലങ്ങളുണ്ട്, ഫിലോസഫിക്കലായ തലങ്ങളുണ്ട്. വലിയ കവിതയാണ്. തോരാമഴ കൊണ്ട് എഴുതിയ ചെറിയൊരു കവിതയാണ്. അതിനകത്ത് പ്രമേയത്തിൽ ഒരു ദാരിദ്ര്യം മാത്രമാണ്. ഒരു തക്ക സമയത്ത് ചികിത്സ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മരിച്ചു പോയാലും കുട്ടിയെ കുറിച്ചുള്ള സങ്കടം മാത്രമേ അതിനകത്തുള്ളൂ. വലിയ കവിത നല്ലത്. അപ്പൊ അതുകൊണ്ട് മാമ്പഴ പോലെയുള്ള വലിയ കവിതയായിട്ട് തന്നെ താല്പര്യപ്പെട്ടൊന്നും കാര്യമില്ല. കുട്ടിയുടെ മരണം ഒരുപക്ഷെ അതുണ്ടായിരിക്കാം. അത് പല കാര്യങ്ങളിലും ഒരുപാട് കഥകളും കവിതകളൊക്കെ സംഭവമായിട്ട് വന്നിട്ടുണ്ട്. ഇത് മാമ്പഴം ഈ കവിത എഴുതുന്ന സമയത്ത് അതൊന്നും എന്റെ മനസ്സിലില്ല. കാരണം ഞാനിത് 10-25 കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യമാണ്. ഒരു കുട്ടിയുടെ മരണം ഉണ്ടായിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടിയായിരുന്നു. അത് എന്റെ പെങ്ങളുടെ വീടിന്റെ അടുത്തുള്ള താമസിക്കുന്ന ഒരു കുട്ടിയുടെ ആ കുട്ടി എനിക്കറിയാം. ആ കുട്ടി മരിച്ചു പോയിട്ട് അപ്പൊ ആ മരിച്ചുപോയ സമയത്ത് ഉണ്ടായൊരു സംഭവം ഇത്രേ ഉള്ളൂ. അതായത് കുട്ടി മരിക്കുന്നു, രാത്രികാല ഈ കുട്ടിയുടെ ഉമ്മ സാധാരണ ഇപ്പോ കുട്ടി നമ്മളിപ്പം മക്കളൊക്കെ വെയിൽ കൂടുമ്പോഴും അല്ലെങ്കിൽ മഴ കൂടുമ്പോഴൊക്കെ അമ്മമാർക്കൊക്കെ വല്ലാത്തൊരു വിഷമം ഉണ്ടാകുമല്ലോ. കുട്ടികൾ മുടി നരമ്പ് വീട്ടിൽ മുടി തോർത്തിക്കൊണ്ടു ചെയ്യുന്നു. അപ്പൊ ഈ കുട്ടി മരിച്ചു കഴിഞ്ഞിട്ട് ഈ കുട്ടി അടക്കം ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല മഴ വന്നു. അപ്പൊ എന്റെ കുട്ടി ഇപ്പൊ ഇങ്ങനെ മണ്ണിൽ കിടക്കുക, മഴ കൊണ്ട് കിടക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉമ്മ ഒരു കുടയെടുത്ത് ഓടിപ്പോയി എന്ന് എന്റെ പെങ്ങളെന്നോട് പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതെന്റെ മനസ്സിൽ കിടന്നിരുന്നു. കാരണം അപ്പൊ അമ്മയുടെ മനസ്സിൽ ഇത്രയും കാര്യമായിട്ട് നോക്കിയിട്ടുള്ള കുട്ടി, ഇതിൽ കുട്ടിയൊക്കെ മുണ്ട് തട്ടാതെയും വെള്ളം നനയാതെയും ഒക്കെ നോക്കിയിട്ടുള്ള കുട്ടി വെറും പച്ച മണ്ണിനകത്ത് കിടക്കുകയാണ്. അപ്പൊ ആ ഉമ്മയുടെ അതാണ് എന്റെ മനസ്സിൽ. പക്ഷെ അന്നൊന്നും ഞാൻ പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വെറുതെ ഇരിക്കുമ്പോ എന്റെ ഉള്ളിലൂടെ ഈ വരികയും ഞാൻ അത് എഴുതുകയും ചെയ്തതാണ്. അത് ഒരാളുടെയും അനുകരണമോ അല്ലെങ്കിൽ ഒരു സംഭവം അതറിയത്തില്ല. വളരെ പരമാർത്ഥമായിട്ടുള്ള മനസ്സിൽ നിന്നുണ്ടായിട്ടുള്ള വരികൾ. മാത്രമല്ല ലീലാവതി ടീച്ചർ മാമ്പഴത്തിന് മേലെയാണ് അതിനെ പ്രതിഷ്ഠിക്കുകയും അതിനെപ്പറ്റി എനിക്ക് പറയാൻ ഞാനാണല്ലോ. കാരണം അങ്ങനെ മേലൊന്നും അല്ല. കാരണം അതൊക്കെ ഓരോരുത്തരുടെ ചിലപ്പോൾ ടീച്ചറിനോടുള്ള വലിയ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ടീച്ചറുടെ തെറ്റിദ്ധാരണ കൊണ്ടോ പറഞ്ഞായിരിക്കും. അത് ചെറിയ കവിതയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നത്, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഈ വൈലോപ്പിള്ളിയുടെ മാമ്പഴം റഫീഖ് അഹമ്മദിന്റെ തോരാമഴ എന്നുള്ള കവിതയും പഠിപ്പിച്ചപ്പോഴാണ് ചെറിയ ക്ലാസ്സിൽ കുട്ടികൾ. അപ്പൊ അതിന്റെ ഒരു അനുഭവം സത്യത്തില് ഈ ഇരു കവിതകളുണ്ട്. ഒന്ന് അതിന്റെ ആഴം കൊണ്ട് വൈലോപ്പിള്ളി കവിത തീർച്ചയായിട്ടും മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിത. പക്ഷെ ഇമോഷണൽ അപ്പീൽ, അതിന്റെ വൈകാരികമായ കുട്ടികളെ പിടിച്ചിരുത്തുന്ന ഒരു അനുഭവമായിരുന്നു ഈ തോരാമഴ ഞാൻ പഠിപ്പിച്ചിരുന്നത്. അതിന് ഉദാഹരണം, ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ ഏറ്റവും, അതായത് അക്ഷരം പോലും എഴുതാൻ കഴിയാത്ത പോക്കിരികളായിട്ടുള്ള കുട്ടികളൊരു ക്ലാസ്സിലായിരുന്നു ഈ മലയാളം പഠിപ്പിച്ചത്. അപ്പോ ഇതില് ഞാൻ ഈ കവിത എടുക്കുന്ന സമയത്ത് തോരാമഴ ഞാൻ ഒരൊറ്റ തവണ കുട്ടികൾക്ക് ചൊല്ലി കൊടുത്തപ്പോൾ ക്ലാസ് മുഴുവൻ നിശബ്ദരായിരുന്നു. ഏറ്റവും പിൻബെഞ്ചിലിരുന്ന ഒരു എന്താ പറയാ, ഒരു കുട്ടിയുടെ കണ്ണുനീർ തുള്ളികളെ വീണ്ടും ഞാൻ കണ്ടതാണ്. അപ്പൊ എനിക്ക് തോന്നി അവർ എഴുതാനും വായിക്കാനുമില്ല, അവർ ഈ തോരാമഴ എന്നുള്ള കവിത മലയാളത്തിൽ വായിക്കണമെന്നില്ല, അങ്ങനെയുള്ള പയ്യൻ. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മൾ പറയില്ലേ ശിശുർ വേത്തി പശുർ വേത്തി ഗാനരസം പണി, അത് ആർക്കും അത് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏത് വിധത്തിലും വളരെ പെട്ടെന്ന് കണ്ണു ചെല്ലാവുന്ന ഒരു ഇമോഷണൽ അപ്പീൽ ഈ തോരാമഴ നമുക്ക് ചൊല്ലോ അത് കവിത വേറെ ഏതെങ്കിലും കവിത ചൊല്ലാന്നുള്ളത്. അതിന്റെ ഒരു 4 വരെയാണ് പറഞ്ഞു തുടങ്ങി. ഉമ്മക്കുലിസ് എന്ന് പറഞ്ഞപ്പോ തന്നെ പലരും തലയാട്ടി തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത് പലതരത്തിൽ ഈ കവിതകളുടെയൊക്കെ ഒരു പ്രത്യേകത വളരെ നമ്മുടെ പണ്ട് ഞാൻ ഒരു കുറിപ്പെഴുതിയതും അത് തന്നെയായിരുന്നു. നമ്മുടെ സ്കൂളില് അധ്യാപകൻ പഠിപ്പിക്കും, മാഷ് ഇവിടെ ഇരിക്കുകയാണ്. ഇന്നത്തെ മലയാള മാഷന്മാരെ അല്ല, അന്നത്തെ ഞങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളെ പഠിപ്പിച്ചിരുന്ന മലയാള മാഷ് എല്ലാ പദ്യത്തിനും ഒരേ ഈണമായിരിക്കും. അത് കൃഷ്ണഗാഥയ്ക്കും ഒരേ ഈണമാണ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ മാമ്പഴത്തിനും ഒരേ ഈണമാണ്. ഞാനിപ്പം അന്ന് കേട്ട് പഠിച്ച ഒരു ഈണത്തിൽ ഈ ഉമ്മക്കുലിസ് കൊണ്ട് ചൊല്ലി നോക്കി, ഒരു കുഴപ്പമില്ല, അതേ താളത്തിൽ തന്നെ നമുക്ക് പാടാൻ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ദുബായിലുണ്ടായിരുന്ന ഒരു ഷാജി സി, അത് യൂട്യൂബിലുണ്ട്, റഫീഖൊക്കെ അതിനകത്ത് അഭിനയിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഗിറ്റാറൊക്കെ വെച്ചിട്ട് ഉമ്മക്കുലിസ് മരിച്ചുന്ന രാത്രിയിൽ ഒരു പോപ്പ് സംഗീതത്തിന്റെ മാതൃകകൾ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഇമോഷൻ വൈകാരികമായിട്ടൊക്കെ അത് വരുന്നുണ്ട്, അത് വേറെ കാര്യം.
ഈ തോരാമഴയിൽ നിന്ന് ശ്രീ PP രാമചന്ദ്രനിലേക്ക് വരുമ്പോൾ ഇത് തികച്ചും വൈയക്തികമായ ഒരു അനുഭവമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്നുണ്ടായ കവിതയാണ് എന്ന് പറഞ്ഞു. 2014 ശ്രീ PP രാമചന്ദ്രൻ തൊഴുകൈ എന്ന കവിത എഴുതുന്നത്. ഇതിന് സമാനമായ ഒരു അർത്ഥം ഒന്നും ഇല്ലെങ്കിൽ പോലും രണ്ടുപേരുടെയും നോട്ടം ഏത് വിധത്തിലാണ് എന്നുള്ളതാണ്. കുത്തബ്മിനാരത്തിലെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഓർക്കാപ്പുറത്ത് ഒരു അണ്ണൻ തൊട്ടു മുമ്പിൽ ആപത്തെറിഞ്ഞ് തൊഴുകയോടെ കൗതുകം ക്യാമറ എടുത്ത് ഉന്നം വെച്ചപ്പോൾ നോട്ടപ്പഴുതിൽ കണ്ടത് വേറൊരു മുഖം. ദയ കാട്ടണേ എന്ന് കേണപേക്ഷിക്കുന്ന ആ ഗുജറാത്തി ചിത്രത്തിൽ കണ്ടു പരിചയിച്ച അൻസാരി നേരിൽ പോലും കുത്ബുദ്ദീൻ എന്നാണ്. അതായത് ശ്രീ PP രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വസ്ഥത ഇല്ലാതിരിക്കുമ്പോഴാണ് താങ്കൾക്ക് കവിത വരിക എന്ന്. ഈ പറഞ്ഞതിൽ ഒരു സ്വസ്ഥത ഇല്ലാത്ത ഒരു അനുഭവം വൈയക്തികമായിരുന്നു. പക്ഷെ ഇത് വൈയക്തികമല്ല, ഇത് കുറച്ചുകൂടി സാമൂഹികമാണ്, ഏതാണ്ട് സമാനമാണ്. എങ്ങനെയാണ് ആ തൊഴുകൈയിലേക്ക് എത്തുന്നത്? ഇത് ഞാന് 2014 ഇന്ത്യയിലെ ഈ ഭരണമാറ്റം സംഭവിക്കുന്നതിന്റെ ഏതാണ്ട് തൊട്ട് ആ ഇലക്ഷൻ, ഒരു മെയിനാണ് ആ ഇലക്ഷൻ. അതിന്റെ തൊട്ട് മുമ്പായിട്ട് ദില്ലിയില് ഞാനൊരു പോയട്രി ഫെസ്റ്റിവലിന് പോയ സമയത്ത് അവിടെ കുത്തബ് മീനാറിൽ പോയിട്ടുണ്ടായി. നേരത്തെ റഫീഖ് പറഞ്ഞതുപോലെ എന്റെ കവിത എന്ന് പറയുന്നത് അവിടെ കണ്ട കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത്. എന്റെ അനുഭവത്തിൽ എന്റെ അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യത്തെ അതേപടി ആവിഷ്കരിച്ചാൽ പോലും, സത്യം അതേപടി പറഞ്ഞാൽ പോലും കവിത എഴുതുന്ന ഒരു കാലാണ് നമ്മുടെ. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ കണ്ടൊരു കാര്യമുണ്ട്. കുത്തബ് മിനാറിന്റെ അവിടെ അണ്ണാർക്കണ്ണന്മാര് ധാരാളം ഉണ്ടാവും. അതിന് നമ്മൾ നീറ്റവും. അപ്പൊ ഈ അണ്ണാർക്കണ്ണന്റെ ആ ഒരു നീക്കമുണ്ടല്ലോ, ഇങ്ങനെ തൊഴുകയോട് കൂടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കുത്തബ്ദീൻ അൻസാരിന്റെ ഓർമ്മ വരും. ആ കാര്യങ്ങൾ അയാൾ ബാധിക്കും. അത് ഏതെങ്കിലും തരത്തിൽ അയാൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കും. അത് കവികൾ വാക്കുകൊണ്ട് ചെയ്യുന്നത് മാത്രം സംഗീതകാരന്മാർ അവരുടേതായിട്ടുള്ള ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് നമുക്ക് ബാധിക്കാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ടില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നതിന്റെ സാക്ഷികളാണ് ഈ ആവിഷ്കാരങ്ങൾ. ഈ 10 വർഷത്തിനിടയ്ക്ക്, അതായത് 2014 തൊഴുകയുടെ ഒരു രാഷ്ട്രീയം ഏതാണ്ട് മനസ്സിലായ സ്ഥിതിക്ക് 2014 മുതൽ 24 വരെയുള്ള ഒരു കാലഘട്ടത്തിലെ ഈ അസ്വസ്ഥമാക്കപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു കവിത കേൾക്കാൻ പറ്റും. വർഷത്തിലെ വവ്വാലിലേക്കുള്ള ഒരു മാറ്റം. സ്വാഭാവികമായിട്ടും ഒരു കവി എന്ന നിലയ്ക്ക് കവിത എഴുത്ത് തുടരാൻ താൻ എന്തുകൊണ്ട് തീരുമാനിച്ചു എന്നതിനൊരു ന്യായം പറയാൻ പറ്റും. ഞാൻ കവിത എഴുതണം, വേറെ എന്ത് ചെയ്യാന്നുള്ളതാണ്. വേറെ ഒന്നും ചെയ്യാൻ എന്നെപ്പോലുള്ള ദുർബലനും പ്രസക്തനുമായിട്ടൊരു മനുഷ്യന് ചെയ്യാൻ കഴിയാവുന്ന ഏക കാര്യം കവിത എഴുതാന്നുള്ളത്. അത്രേ ഉള്ളൂ. അത് വേറെ ലോകത്തെ കീഴ്മേൽ മറിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനോ കഴിയുന്നില്ല. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ ഒരു മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു പദ്ധതി അനുസരിച്ചിട്ടൊന്നുമല്ല. കവിതയോടുള്ള ചെറുപ്പം മുതലുള്ള ഒരു താല്പര്യം, ഇഷ്ടവും അങ്ങനെ വരികയും പിന്നെ അത് വേറെ തരത്തില് എന്റെ തന്നെ ഒരു അസ്തിത്വത്തിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്തു. കാരണം ഇപ്പൊ കവിത ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ പറയുന്ന ഒന്നുമല്ല എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് കവിത എഴുതാന്നുള്ളത് എന്റെ ഒരു നിലനിൽപ്പിന്റെയോ അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്നോട് പിന്നെ എന്നെ വിശ്വസിപ്പിക്കാനും എന്നെ അതിന്റെ അസ്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട് അവനവൻ ആത്മസുഖം. അതാണ്, അത്രേ ഉള്ളത്. നമ്മളോട് തന്നെ ഒരു ആത്മസംഭാഷണത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് അത്. പിന്നെ അതൊരു സമൂഹത്തിന്റെ ഇതിലേക്ക് മാറുന്നു മാത്രമാണ്. പാട്ടൊക്കെ ഈ പറഞ്ഞ പോലെ ആളുകളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടും സന്തോഷിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് രീതിക്കൊണ്ടു പോകും. അതിലേക്ക് വരാം. ഞാൻ അങ്ങനെയുള്ള വിഷയകേന്ദ്രിതമായ കവിത തന്നെ വായിക്കണമെന്നില്ലല്ലോ. അപ്പൊ എന്തായാലും അസ്വസ്ഥമായല്ലോ, അസ്വസ്ഥമാകാതെ കവിത എഴുതില്ല, അസ്വസ്ഥമായല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കൗതുകത്തിന് വേണ്ടി ഞങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദത്തെ കുറിച്ചൊരു കവിത വായിച്ചത്. അതിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് കൂടി പറഞ്ഞാൽ ചിലപ്പോ അല്ല, അത് കവിത അത് വേണ്ട എന്ന് തീരുമാനിച്ചു. കവിത കേട്ടതിന് ശേഷം തന്നെ ചോദിക്കുന്നു. ഒരു മുറുക്കാൻ പുതിയുടെ ഓർമ്മയ്ക്ക് കാലമേറെയായില്ലേ വലിച്ചും മുറുക്കിയും പ്രാണനെ മീട്ടിയിടുന്നു നമ്മുടെ ഉടലിന്മേൽ. നിർത്തണം മുറുക്കുന്ന ദുശീലം റഫീക്കെ നാം വെറ്റില കാര്യത്തിലും കവിത എഴുതി
താങ്കളും യോജിക്കുന്നു. നാം ഒരേ ജുഗൽബന്ദി വാദ്യങ്ങൾ പോലെ തമ്മിൽ അന്യോന്യം ശ്രുതിപ്പെട്ടോ. അങ്ങനെ പ്രതിജ്ഞ ചെയ്ത് അങ്ങൊരു പാടത്തിന്റെ തെങ്ങണിക്കരയിൽ നാം എത്തുന്നു ചികിത്സിക്കാൻ. എണ്ണയിട്ടൊഴിയുന്നു കല്ലിച്ചൊരുടലിനെ, വെണ്ണ പോലെ മൃദുവാക്കി മാറ്റുന്നു. ശിരസിലെ ഉന്മാദ കനലിനെ ബോധധാരയാൽ വീണ്ടും വെൺമഞ്ഞു കണമാക്കി മാറ്റുന്നു. പ്രഭാതത്തിൽ ഒന്നിച്ചു നടക്കുന്നു. പാടത്തെ ചേറിൻമണം നന്നായി ശ്വസിക്കുന്നു. ശ്വാസത്തെ വിശ്വാസമായി എണ്ണാനും പഠിക്കുന്നു. അരൽമീൻ തുള്ളും തോട്ടു വെള്ളത്തിൽ പുതുമാനം ജീവനും കണ്ടെത്തുന്നു. തുടച്ചു തിരിയിട്ട വിളക്കിൽ നാളം പോലെ തുടിച്ചു പ്രാണൻ വീണ്ടും നമ്മുടെ ശരീരത്തിൽ. എങ്കിലും ഇരുളാണ്ടു നിൽക്കുകയല്ലേ മനം, തിങ്കളില്ലാതെ മൂടിക്കെട്ടിയുടെ ആകാശം. എന്തിനിങ്ങനെ എന്ന് ചിന്തിച്ചു പടിപ്പുരത്തിണ്ടത്ത് മൂകം നമ്മൾ ഇരിക്കെ, പാടം താണ്ടി വരുന്നു വരമ്പത്തുകൂടൊരു വയോവൃദ്ധ. മുറുക്കി ചുവപ്പിച്ച ചുണ്ടുമായി മലയാളി, നമ്മുടെ പ്രിയങ്കരിയ ഉമ്മ. മടിക്കുത്തിൽ നിന്നൊരു പൊതിമെല്ലെ അഴിച്ചു മുന്നിൽ വെച്ച് വെറ്റില അടക്കയും ചുണ്ണാമ്പും പുകയില ഞെട്ടിയും പാകം പോലെ എടുത്തു ചുരുക്കുന്നു. വാങ്ങുക റഫീഖേന, കൃത്യമാം അനുപാതം പാലിച്ച് മലയാളം നീണ്ടും ഈ പ്രസാദത്തിൽ. വായിലും മൊഴിയിലും ഊറട്ടെ രസം, പച്ചപ്പാടത്തെ തുമ്പിച്ചിറകാവട്ടെ ലഹരി. ഈ പറഞ്ഞ കൃത്യമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ ഒരു കവിതയിലേക്ക് കൊണ്ടുവന്നതാണ്. ഇത് പറഞ്ഞപ്പോഴാ കാലവും അന്നത്തെ ഈ മറ്റേ പാടത്തെ മണവും കാര്യവും എല്ലാം ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ, ഞങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു എന്താ പറയുക ചെറുപ്പത്തിലെ പരിചയപ്പെട്ട ആൾക്കാരാണ്. റഫീഖിന്റെ കുടിയിറക്കം എന്നുള്ള കവിത മാതൃഭൂമി ആഴ്ചപ്പതിൽ വന്നിട്ട് അതിന് കത്ത് എഴുതിയിട്ടാണ് ഞങ്ങൾ സൗഹൃദം ആരംഭിക്കുന്നത് എത്രയോ വർഷങ്ങൾ മുമ്പ്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ റഫീഖിന്റെ ഉമ്മ, എൻ്റെ കൂടി ഉമ്മയാണ്. ഞങ്ങളെ അവിടെ മുറുക്കാൻ ഉമ്മ നന്നായി മുറുക്കുന്ന ആളാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ മുറുക്കാനുള്ള പ്രസാദം വന്നിട്ടാണ് റഫീഖിന്റെ ഉമ്മ ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു ഓർമ്മയും എല്ലാം കൂടി ചേർത്ത് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി താമസിക്കുകയുണ്ടായി. അപ്പൊ ആ ഒരു സമയത്ത് അനുഭവമാണ്. താങ്കൾ ഇങ്ങനെ ഒരുപാട് കവികളെ കുറിച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ മാമ്പഴ പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടി ചേർത്ത് പറയാം. ആ ഫ്രൂട്ടിയുടെ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. മാമ്പഴക്കാലത്ത് കാരണം അത് മറ്റൊരു മാമ്പഴമാണ്. പുതിയ കാലത്തെ ഒരു മാമ്പഴത്തെ കുറിച്ച് പറയുന്നതാണ്. ഈ ആറ്റൂരിനെ കുറിച്ച് കൂടി പറയുന്നത്. കാരണം ചില കവിതകളൊക്കെ കൊണ്ടു ചെന്ന് കാണിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒഴിവാക്കിക്കൂടെ, ഈ പദങ്ങളൊക്കെ ഒഴിവാക്കിക്കൂടെ എന്ന് അദ്ദേഹം ചോദിച്ചതായിട്ട് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു അനുഭവം കൂടി പറഞ്ഞാൽ. അതായത് ഇപ്പൊ മാമ്പഴം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇത് മലയാളിയുടെ ഒരു ഏറ്റവും തനതായ ഒരു സംഗതിയാണ് ഈ മാമ്പഴം. അപ്പോ അതിനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും മലയാളത്തിന്റെ പൊതുവെ സംസ്കാരത്തിന്റെ ഒരു പ്രതിനിധാനം മാമ്പഴത്തിനുണ്ട്. അത് വിജയമാരുടെ പഠനത്തിലൊക്കെ വരുന്നത് മാമ്പഴം എന്നാണ്, അമ്മയാണ് അത് എന്ന് പറയുന്നത്. അപ്പം ഈ മാമ്പഴക്കാരൻ എന്നുള്ള കവിത ഇതുപോലെ ഒരു സന്ദർഭത്തിലാണ് ഞാൻ എഴുതുന്നത്. ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് എൻ്റെ മകൾ ഒരു ഫ്രൂട്ടി വാങ്ങി കുടിക്കുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് ഈ കൂട് വലിച്ചത് ഇതാണ് സംഭവം. അപ്പോൾ പഴയ കാലത്ത് കുട്ടിക്കാലത്ത് ഞങ്ങള് മാവച്ചോട്ടിൽ കളിക്കുന്ന സമയത്ത് മാങ്ങ ഈപ്പി കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അണ്ടി വലിച്ചെറിയുമ്പോൾ നമ്മൾ ഈ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയും അണ്ടിക്ക് തുണ പോകുന്നതുകൊണ്ട് കളിയാക്കാറുണ്ട്. അപ്പൊ അന്നൊക്കെ നമ്മൾ ഇത് കളിയാക്കപ്പെടുകയാണ് ചെയ്തതെന്നാണ് നമ്മൾ വിചാരിച്ചത്. പിന്നീട് ആലോചിച്ചപ്പോഴാണ് എന്തിനാണ് ഈ അണ്ടിക്ക് തുണപ്പോ എന്ന് പറയുന്നത്. തുണയ്ക്കാൻ പോകണം എന്നാണ്. അതൊരു വിത്താണ്. അത് എവിടെ വീഴുന്നു എന്ന് നീ നോക്കണം. അതിനെ തുണയ്ക്കണം, അതിനെ മുളയ്ക്കാനും വളരാനും അത് വീണ്ടും കായ്ക്കാനും തളർക്കാനും ഒക്കെ സഹായിക്കണം എന്നാണ് ആ കളിയുടെ ഒരു അർത്ഥം ചെയ്യുന്നത്. പക്ഷെ നമ്മളെ കുട്ടികള് ഇത് ഈ ഫ്രൂട്ടി അതിന്റെ സത്ത് മാത്രമാണ് ഈ ഫ്രൂട്ടി. അപ്പൊ അത് വലിച്ചു കുടിക്കുകയും ഈ
ഓട് വലിച്ചെറിയുന്നു, പക്ഷെ അത് ഒരിക്കലും മുളയ്ക്കുന്നില്ല. അപ്പൊ അതൊരു ത്രോ അഗെയിൻ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ആ ഒരു വലിച്ചെറിയുന്ന കുട്ടിയിൽ വലിച്ചെറിയുമ്പോൾ ആ കൂട് വലിച്ചെറിയുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു തോന്നൽ എന്നാണ് ഞാൻ ആ തൊണ്ട് മാമ്പഴക്കാലങ്ങളിൽ. പിന്നെ ആക്കിൾ മാഷ് പറഞ്ഞ പോലെ ആക്കിൾ മാഷ് ഒരു മിനിമലിസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങളെ പരമാവധി കുറയ്ക്കും, ന്യൂനോക്തി ആണ്. അപ്പോൾ മാഷ് പറയുന്നത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തത് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇംഗ്ലീഷ് പദങ്ങൾ വന്നു, അത് ശരിയാണ്. ഞാൻ ഒരു കവിതയിൽ ഞാൻ പാക്ക് ചെയ്തു എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു. അത് ഈ സാംബശിവനെ കുറിച്ച് എനിക്ക് ഓർമ്മയാണ്. സാംബശിവൻ ഈ പെർഫോമൻസ് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ ട്രൂപ്പ് അവരുടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പാക്ക് ചെയ്യും. ആ കവിതയുടെ അവസാനം പറയുന്നത് ദൈവം സാംബശിവൻ ഞാൻ നടന്നുപോയി മറ്റൊരു സംരംഭത്തിൽ പോയി എന്ന് പറയാം. അപ്പോ അങ്ങനെ ഒരു കവിതയാണ്. അപ്പൊ ഈ മാഷ് പറയുന്നുണ്ട്, അപ്പൊ ഈ കവിത വായിച്ചിട്ട് മാഷ് പറഞ്ഞതെന്ന് വെച്ചാൽ പാക്ക് ചെയ്തു എന്നുള്ളത് വാക്കിന് മലയാളം നമ്മൾ കണ്ടുപിടിക്കുകയും കാരണം അത് നമുക്ക് കിട്ടുന്ന ഒരു സന്ദർഭമാണ്, ഒരു കവിക്ക് കിട്ടുന്ന ഒരു സന്ദർഭമാണ്, ഒരു വാക്ക് സൃഷ്ടിക്കാനുള്ള സന്ദർഭമാണ്. അത് സാധാരണക്കാർക്കുള്ളത്. അപ്പൊ നമ്മളത് ചെയ്തിരിക്കണം എന്നാണ് മാഷ് പറയുന്നത്. അതിനൊരു മലയാളം കണ്ടുപിടിക്കണം. ഇനി റഫീഖ് ഒരു കവിത ചൊല്ലിയതിനു ശേഷം ചെറിയ കവിതയാണ്. തോറ്റ കുട്ടി. തോറ്റ കുട്ടി പുറത്തേക്കിറങ്ങി തോട്ടുവെള്ളത്തിൽ പുസ്തകം വിട്ടു, കാറ്റിലേക്ക് കുടയും കൊടുത്തു, തൊണ്ടു പെൻസിലെറിഞ്ഞു കളഞ്ഞു, കണ്ട കാട്ടുവഴിയിൽ നടന്നു. തോറ്റ കുട്ടി പുറത്തേക്കിറങ്ങി തോട്ടുവെള്ളത്തിൽ പുസ്തകം വിട്ടു, കാറ്റിലേക്ക് കുടയും കൊടുത്തു, തൊണ്ടു പെൻസിലെറിഞ്ഞു കളഞ്ഞു, കണ്ട കാട്ടുവഴിയിൽ നടന്നു. തൊട്ടു മെല്ലെ വിളിച്ച പോൽ തോന്നി, തൊട്ടടുത്തു പിറകിൽ വന്നാരോ, തിത്തിരി പക്ഷി മൂളിയതാവാം, കൊച്ചുതുമ്പിയോ മൈനയോ ആവാം. കാട്ടുവള്ളിയിൽ തൂങ്ങിക്കുതിച്ച് കാട്ടിലേക്ക് അവൻ ചെന്നുപോൽ പിന്നെ. കാട്ടുവള്ളിയിൽ തൂങ്ങിക്കുതിച്ച് കാട്ടിലേക്ക് അവൻ ചെന്നുപോൽ പിന്നെ. പൂത്ത മുല്ലതൻ സൗരഭം നീന്തും കാറ്റവനൊരു പാട്ടുപോൽ തോന്നി, പൂക്കളൊക്കെയും വാക്കുകൾ പായും കാട്ടരുവി കളകളഗാനം. പൂക്കളൊക്കെയും വാക്കുകൾ പായും കാട്ടരുവി കളകളഗാനം. രാത്രി നക്ഷത്ര വിസ്തൃതാകാശം നിർത്തിവച്ചൊരു പുസ്തകമായി. രാത്രി നക്ഷത്ര വിസ്തൃതാകാശം നിർത്തിവച്ചൊരു പുസ്തകമായി. തോറ്റ കുട്ടിയെ തോളത്തു വെച്ചു പൂത്തുനിന്നു മരതകർക്കുന്ന, തോൽക്കുകില്ല നീ എന്നേ പറഞ്ഞു കാത്തു നിൽക്കുന്നൊരമ്പിളി തല്ല്. തോറ്റ കുട്ടിയെ തോളത്തു വെച്ചു പൂത്തുനിന്നു മരതകർക്കുന്ന, തോൽക്കുകില്ല നീ എന്നേ പറഞ്ഞു കാത്തു നിൽക്കുന്നൊരമ്പിളി തല്ല്. ഈ തോറ്റ കുട്ടിയൊക്കെ 10ാം ക്ലാസ് പരീക്ഷാഫലം വരുന്നതിന്റെ പിറ്റേ ദിവസം റേഡിയോ ഫീച്ചറായിട്ടൊക്കെ എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ നമ്മളവിടെയൊക്കെ +1 ഫുൾ A+, ഫുൾ B+ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ ബോർഡൊക്കെ വെച്ചിട്ട് ഞങ്ങളെ വിളിക്കാറുണ്ട് ഇങ്ങനെ കുട്ടികളൊക്കെ അനുമോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ തോറ്റ കുട്ടികളും കൂടി ഉണ്ടാവുമല്ലോ. പലപ്പോഴും വിജയിച്ച കുട്ടികൾ മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ വിജയിച്ചവർ മാത്രമൊന്നുമല്ല ലോകത്തെ മാറ്റി തീർക്കുകയും അല്ലെങ്കിൽ ലോകത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. തോറ്റ കുട്ടികൾക്ക് സ്ഥാനമുണ്ട്, തോറ്റ മനുഷ്യർക്ക് സ്ഥാനമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും. ഈ തോറ്റ കുട്ടികളെ പോലെ തന്നെ പിന്നിലായി പോകുന്ന കുട്ടികളെ ഞാൻ മുമ്പ് എഴുതിയൊരു കവിത പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ അത് വായിക്കും. ഒരുവൾ സ്കൂളിന് മുന്നിൽ ബസ് കാത്തു നിൽക്കുന്നു പെൺകുട്ടികൾ. കുടയിലും ബാഗിലും ചെരുപ്പിലും യൂണിഫോമിലും എത്ര ഒതുക്കിയിട്ടു പുറത്തു ചാടുന്നു തെളിക്കുന്ന ശരീരം.
വാക്കിലും നോക്കിലും നിൽപ്പിലും നടപ്പിലും എത്ര ഒളിപ്പിച്ചിട്ടും പുറത്തു കാണുന്നു ഉദിക്കുന്ന ഹൃദയം. നിർത്താതെ പോകുന്ന ബസിന്റെ പിന്നാലെ ഓടി മടങ്ങുന്നു പരിഭ്രമം കൊണ്ട് വാരിലെഴുതിയ കണ്ണുകൾ. ഇവരിൽ ഒരുവൾ ഉദ്യോഗസ്ഥയാകും, വീട്ടമ്മയാകും ഒരുവൾ, പിഴച്ചു പോകും മറ്റൊരുവൾ. ഒരുവൾ കൈക്കുഞ്ഞുമായി ബസ്സിലിരുന്ന് ഇതിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് ഭർത്താവിന് ചൂണ്ടിക്കണ്ടു. ഒരുവൾ അപ്പോഴും അവിടുന്ന് ബസ്സും കാത്തു നിൽപ്പുണ്ടാകും. അപ്പൊ അതുകൊണ്ട് കവിതയൊക്കെ എടുത്ത് പ്രയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർത്ത് ഇങ്ങോട്ടേക്ക് തരേണ്ടി വരും എന്നുള്ളതാണ്. താങ്കൾ വിവർത്തനം ചെയ്ത ഒരു കവിത ഒരിടത്ത് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. വിവർത്തന കവിത ഒരിടത്ത് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. കവിത എഴുതിയാണ് അയാൾ കഴിഞ്ഞിരുന്നത്. വിവാഹങ്ങൾക്ക് അയാൾ മംഗളഗീതം എഴുതി കൊടുക്കും. മരണമുണ്ടായാൽ കല്ലറയിൽ കൊത്തിവെക്കാൻ വരികൾ എഴുതി കൊടുക്കും. അങ്ങനെ അയാളുടെ കവിത എഴുത്താണ് അയാളുടെ ജോലി, അല്ലെങ്കിൽ അയാൾ കവിത എഴുത്താണ് ശീലം. അങ്ങനെ അയാളുടെ കവിത എഴുത്തിൽ ഭ്രമിച്ച് ഒരു പെൺകുട്ടി അയാളെ പ്രേമിക്കുന്നു. പ്രേമം ഒത്തു പിന്നീട് വിവാഹത്തിലെത്തുന്നു. മധുവിധുകാരൻ വളരെ സുന്ദരം, സുരഭിലം. അവൾ എന്തു പറഞ്ഞാലും കവിതയാണ്. ഓരോ ദിവസവും അവൾക്ക് 100 കവിതകൾ അയാൾ എഴുതി കൊടുക്കും. എന്നാൽ ഒരു നാൾ വേറൊന്ന് സംഭവിച്ചു. അവൾ അയാളുടെ മുഖത്തൊക്കി പറഞ്ഞു, നിങ്ങളൊരു പൊള്ള മനുഷ്യനാണ്, കവിതയല്ലാതെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടോ എന്ന് അവൾക്ക് ചോദിക്കേണ്ടി വന്നു. അതിന്റെ സാഹചര്യം വിശദീകരിച്ചതിന് ശേഷം കവികളെല്ലാം ഇങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കവികളെ കുറിച്ചുള്ള ഒരു 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 നിഗമനം ജീവിക്കാൻ. അപ്പം പലപ്പോഴും ഇപ്പൊ എനിക്കൊക്കെ ഉണ്ട്, ചില സൗഹൃദ സംഘങ്ങളിൽ വരുമ്പോ എന്നെ പരിചയമുള്ള ഒരാള് ഇന്നയാളാണ് കവിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്ന ആളുടെ മുഖത്തൊരു നോട്ടുണ്ട്. പാവം ഇങ്ങനെ ആയിരിക്കും, എന്ത് ചെയ്യാം, എന്തോ ഒരു വൈകല്യമുള്ള ഒരു മനുഷ്യനെ പോലെയാണ് നമ്മളെ കാണുന്നത്. സത്യം പറഞ്ഞാൽ അല്ലാതെ വേറൊരു ഇപ്പൊ ഒരു പ്രായോഗിക മതിയല്ലാത്ത ഒരാള്, ജീവിക്കാൻ അറിയാത്ത ഒരാള്, അല്ലെങ്കിൽ സാമർഥ്യം ഇല്ലാത്ത ഒരാള് എന്നൊക്കെയാണ് പൊതുവെ കവികളെ കുറിച്ചുള്ള ഒരു സങ്കല്പം. ഇപ്പൊ ഈ വിവർത്തനം ചെയ്തിട്ടുള്ളതാണ് ഷുൻടാരോ താനിക്കാവ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് കവിയുടെ ഒരു കവിതയാണ്. അപ്പൊ ഇത് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ച സമയത്ത് വല്ലാതെ എന്റെ വിവർത്തനം എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ, ഞാൻ വിവർത്തനം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം മാത്രമേ ഞാൻ വിവർത്തനം, അത് എന്റെ കൂടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വിവർത്തനം ചെയ്യുന്നത്. ആ കവിത എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനത് ആസ്വദിക്കുന്നതിന്റെ ഭാഗമായിട്ടൊരു ബൈ പ്രൊഡക്റ്റ് പോലെയാണ് ഞാൻ വിവർത്തനം ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു അസൈൻമെന്റ് ആയിട്ട് ആവശ്യപ്പെട്ട് വിവർത്തനം ചെയ്യുന്ന ഒരു കാര്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഞാൻ ഈ കവിത വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഞാൻ ഒരുപാട് വിവർത്തനങ്ങൾ ഇതുപോലെ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിയാണ് രമേശ് പാട്ടും മേരി ഒളിവർ. അവരുടെ കവിതകൾ ഞാൻ ധാരാളം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബ്രത്തിന്റെ കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നും വായിച്ചിട്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നതാണെങ്കിൽ ഞാൻ അത് ആസ്വദിക്കുന്നതിന്റെ ഭാഗമായി, അത് ഇഷ്ടമാക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ പരിഭാഷപ്പെടുത്തുന്ന കവിതയാണ്. പിന്നെ കവിയുടെ ഇതിൽ പറയുന്ന കവിയുടെ പോലെ അത്ര അർത്ഥത്തിൽ ഞാൻ ജീവിച്ചിട്ടില്ല. ശ്വാസത്തിന്റെ വില അത് കിട്ടാതാവുമ്പോഴേ അറിയൂ എന്ന് ഏറ്റവും വ്യക്തമായി ഇവിടെ ഇരിക്കുന്നവരിൽ ഒരാളാണ് ശ്രീ റഫീഖ് അഹമ്മദ്. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്വാസത്തിന് ഇത്രമാത്രം വിലയുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞതുമാണ്. പക്ഷെ കുട്ടിക്കാലത്ത് തന്നെ ശ്വാസം മുട്ടൽ അനുഭവിച്ച് മഴ നനയാൻ കഴിയാത്ത കുട്ടിയായി മരുന്ന് മണമുള്ള മുറികളിൽ കഴിഞ്ഞ് ഉമ്മയുടെ സ്നേഹപരിചരണത്തിൽ ജീവിച്ച ആൾ റഫീഖ് അഹമ്മദ്. KG ശങ്കരപ്പിള്ള എഴുതിയതുപോലെ ശാന്തമായ ആഴമാണ് റഫീഖിന്റെ കവിതയ്ക്ക്.
ക്ഷുഭിതമായ ഇടപെടലുകൾ ഒന്നുമില്ല. കവിതയിലെ ഈ ശാന്ത പ്രകൃതം കവിയുടെ ശാന്ത പ്രകൃതത്തിന്റെ തുടർച്ചയാണോ എന്നതാണ് ഒന്നാമതായിട്ട് അറിയേണ്ടത്. കവിതയിലെ ഈ ശാന്ത പ്രകൃതം അത് കഴിഞ്ഞതിന് ശേഷം ഈ ശ്വാസത്തെ കുറിച്ച് ഏറ്റവും മനോഹരമായി ഒരുപക്ഷെ മലയാളി എപ്പോഴും ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പാടുന്ന ആ വരി കൂടി നമുക്ക് കേൾക്കാം. ഒടുവിലായ അകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ. ആദ്യം ഈ ശാന്ത പ്രകൃതിയെ കുറിച്ച്, കവിതയിലെ ശാന്ത പ്രകൃതത്തെ കുറിച്ച്. അത് കവിയുടെ ശാന്ത പ്രകൃതമാണോ അതോ കവി ക്ഷുഭിതനാണോ? ഇതുവരെ ഞാൻ കണ്ട റഫീഖ് ശാന്ത പ്രകൃതനാണ്. ഇപ്പൊ ചിലപ്പോൾ ക്ഷുഭിതനാവുമെങ്കിലേ ഉള്ളൂ. അതിനെ കുറിച്ച് ശാന്തരാവാൻ ആഗ്രഹിക്കുന്ന അശാന്തനായിട്ട് മനസ്സിലാക്കും. പിന്നെ ശ്വാസത്തെ പറ്റി എഴുതുന്നില്ലേ, ശ്വാസം പോലുള്ള പല കാര്യങ്ങളും വളരെ സ്വാഭാവികമായിട്ട് ഒരിക്കലും നമ്മൾ അറിയാതെ തന്നെ ശ്വാസത്തോടൊപ്പം ജീവിക്കുന്ന ആൾക്കാരല്ല. ശ്വാസത്തെ പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല. അത് ശ്വാസം മുട്ടലുള്ള ആൾ മാത്രമേ അതിനെ പറ്റി ആലോചിക്കുള്ളൂ. അപ്പൊ മാത്രമേ അത് മനസ്സിലാവൂ. അങ്ങനെയാണ് പല കാര്യങ്ങളും സ്വാതന്ത്ര്യമാണെങ്കിൽ പല കാര്യങ്ങളാണെങ്കിലും ജനാധിപത്യമാണെങ്കിൽ പല വിഷയങ്ങളിലേക്ക് അത് വേണമെങ്കിൽ ആലോചിക്കാം. അപ്പൊ പിന്നെ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മളിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിനിപ്പോ അതൊരു വിഷയമേ അല്ല. നമുക്കത് എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ ജലദോഷം പോലെ മൂക്കണമെങ്കിലും ചീപ്രവാദനാണ് ഈ ശ്വാസം എന്ന് പറയുന്ന സംഗതിയുടെ അതിന്റെ ഒരു വലിപ്പവും അതിന്റെ ഒരു ശക്തിയും അതിന്റെ ആവശ്യകതയും നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന്റെ ഒരു ശ്വാസത്തെ കുറിച്ച് മാത്രം എഴുതിയിട്ട് അല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നിത്യേന കണ്ട് പരിചിതമാവുകയും നമുക്ക് ഒരു അത്ഭുതം ഇല്ലാതെ ആവുകയും ചെയ്യുന്ന പല കാര്യങ്ങളും വാസ്തവത്തിൽ അത്ര നിസ്സാരമല്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ല, ഞാൻ ചോദിച്ചാൽ ഈ കുട്ടിക്കാലത്തെ ഒരു അനുഭവത്തിൽ നിന്ന്, മഴ നനയാൻ പോലും പറ്റാത്ത ഒരു അനുഭവത്തിൽ നിന്ന്, അതുകൊണ്ടാണ് ഈ മഴയോട് ഒക്കെ ഒരു പ്രേമം. ഇപ്പോ നമ്മുടെ നാട്ടിൽ മഴയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അടികൊള്ളുന്ന അവസ്ഥയാണ്. കാരണം മഴയുടെ എല്ലാ കാൽപ്പനിക സൗന്ദര്യങ്ങളും നഷ്ടപ്പെട്ടു. മഴ ആളുകൾ ഭയമായി തുടങ്ങി. മഴ ഈ പറഞ്ഞ പോലെ അതിന്റെ ഋതു ഭേദങ്ങളെ ആ കണക്കൊക്കെ തെറ്റിയിട്ടാണ് മഴ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രളയം നമ്മൾ അനുഭവിച്ചു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഈ മഴ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സംഗതി തന്നെ അല്ലേ. അത് ഈ അടുത്ത വേനലിലൂടെ കടന്നു പോയിട്ട് വേനലിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് വെള്ളമൊക്കെ പറ്റി കഷ്ടപ്പെട്ട് ചൂടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെന്നോ അറിയാതെ മേഘങ്ങൾ വന്ന് ഉരുണ്ടുകൂടി കറുത്ത ആകാശം ഇരുണ്ട് പെട്ടെന്ന് ആ ഇടിമുഴക്കവും മഴയൊക്കെ ഉണ്ടാവുന്ന ഒരു ഹർഷ ഉളകം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സംഗതി തന്നെയാണ്. ആ മഴ പെയ്തോടുകൂടിയിട്ട് മഴയൊക്കെ ഉണ്ടാവുന്ന ഒരു സംഗതി. മഴ ഇഷ്ടപ്പെടാത്ത മലയാളിക്ക് എല്ലാ മലയാളികളും മഴ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു മഴ നമ്മൾ അടുത്ത കാലത്തായിട്ട് അതിന്റെ കാൽപ്പനികമായിട്ടുള്ള പങ്കൊക്കെ നഷ്ടപ്പെട്ടു പോയി. കാരണം അത് നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ തന്നു, ഒരുപാട് പ്രയാസങ്ങൾ തന്നു. പിന്നെ അതിന്റെ ക്രമം തെറ്റിയിട്ടുള്ള മഴയുടെ വരവൊക്കെ കൂടിയിട്ട് അതിന്റെ പഴയ പണ്ടുണ്ടായിരുന്ന മഴയുടെ ഭംഗിയൊക്കെ പോയി. മഴ മനുഷ്യന്റെ പ്രത്യേകിച്ച് മലയാളി എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ മലയാളികളൊക്കെ തന്നെ അടുത്ത മഴക്കാലം കഴിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിലാണ് മഴയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേൾക്കണ്ടേ? ഒടുവിലായകത്തേക്ക് എടുക്കും ശ്വാസ കണികയിൽ. കേൾക്കണമെങ്കിൽ നിങ്ങളുടെ സമ്മതം വേണം. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കടലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ശ്രമിക്കുവാൻ. ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അല്ല, ഈ കവിത ഇത് പിന്നെ നമുക്ക് സമയം ഭാഷാഭൂഷണിയിൽ കവിതയായിട്ട് വന്നതായിരുന്നു. കവിത പിന്നെ സിനിമാക്കാനൊന്നുമല്ല. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോൾ ആകെ ഒരു 12 പേരായിട്ടാണ് അത് വായിച്ചിട്ടുള്ളത്. എൻ്റെ അറിവ്
ശരിയാണ്. കാരണം ആരും അതിനെ പറ്റി പറയാൻ വിളിച്ചില്ല. പിന്നീട് അത് പിന്നെ സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഒരു ഏകദേശം ഒരു ഇത്തരം സന്ദർഭത്തിൽ ഒരു കവിയുടെ മരണം, അപ്പോൾ 3-4 വരികൾ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും മടിയും എളുപ്പപ്പടിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഒരു കവിത ഉണ്ട്, അതിൽ 2-3 വരികൾ വേണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കവിത അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അതിൽ മുഴുവനായിട്ട് ഇഷ്ടപ്പെടുകയും അതങ്ങനെ പാട്ടായിട്ട് മാറുകയും ചെയ്തത് കൂടിയിട്ടാണ് ഇത്രയും പ്രശസ്തമായത്. ഷഹബാസിന്റെ സംഗീതം മുഴുവൻ പാടുന്നു, അങ്ങനെ ഈ പാട്ട് നമ്മുടെ പിടിയിൽ നിന്നൊക്കെ വിട്ടുപോയി. അപ്പൊ അതിന്റെ കഥ എന്ന് പറയുന്നൊന്നുമല്ല, ഞാൻ ഈ മറ്റു വാഹനങ്ങളൊന്നും ഓടിക്കുന്ന ആളല്ല, കാറും ബസ്സൊന്നും എനിക്ക് ഓടിക്കാൻ പറ്റില്ല. സൈക്കിളിനോട് ഭയങ്കര താല്പര്യമുള്ളത്. അപ്പൊ ഞാൻ ഒരിക്കലും കുന്നവന്റെ തൊട്ടടുത്ത നഗരം കുന്നംകുളത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ എൻ്റെ സുഹൃത്തും കൂടി പോയിട്ട് സൈക്കിളിൽ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഉദ്ദേശിച്ച വളരെ പ്രാഥമികമായ രീതിയിലുള്ള ഒരു സൈക്കിൾ, അവിടെ സ്പോർട്സ് സൈക്കിളും ഒക്കെയാണ്, അതൊന്നും എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ അതിനടുത്ത് പറഞ്ഞു സൈക്കിളല്ല, എനിക്ക് വേണ്ട സാധാരണ സൈക്കിളാണ്. അപ്പൊ അത് കൊണ്ടിട്ടില്ല ഒരു പറഞ്ഞിരിക്കാന്ന് പറഞ്ഞു. വളരെ കാഷ്വലായിട്ടാണ് പറഞ്ഞത്, എനിക്ക് എന്നെ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്നു. അതിനുശേഷം എൻ്റെ കൂടെ തന്നെ സുഹൃത്ത് അവരോട് എന്തോ പറഞ്ഞിരിക്കണം. പിന്നെ ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ ഞാൻ വേറെ സിനിമയുടെ അവർക്കൊക്കെ ആയിട്ട് ഞാൻ മറ്റൊരു പോയി. അപ്പൊ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരാളോട് സൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇയാളടുത്ത് ഞാൻ ഇയാളെ നമ്പറൊക്കെ വാങ്ങി വിളിച്ചു. ആ സൈക്കിള് പൈസ എത്രയാണെന്ന് പറയണം. അത് പറയാം, പിന്നെ പറയാം. ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ട് ഇയാൾ പറയുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു വെച്ചാൽ അങ്ങനെയല്ല കാര്യം എന്ന് വെച്ചാല് ഇയാൾക്ക് നിങ്ങളെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങള് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടില്ലേ, ആ പാട്ട് എഴുതിയിട്ടുള്ള ആളാണ് ഇയാൾ. അപ്പൊ ഇയാളുടെ കഥ എന്താണെന്ന് വെച്ചാൽ ഇയാൾ സാധാരണ ഇതിന് പാട്ടൊന്നും ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല, വളരെ കുന്നംകുളത്തുള്ള ഒരു കച്ചവടക്കാരനാണ്. അപ്പൊ അയാൾ സൈക്കിള് കച്ചവടം നടത്തുന്ന വൈകുന്നേരം വീട്ടിൽ പോയിട്ട് അല്പം മദ്യം കഴിക്കും, അതിന് ശേഷം ഭക്ഷണം കഴിക്കും, എന്നിട്ട് ഈ പാട്ട് കേട്ടിട്ട് 3 മിനിറ്റ് വരെ കനയും. അങ്ങനെയാണ് അയാളുടെ പരിപാടി. അപ്പൊ ഞാനാണ് എഴുതുന്ന ആൾക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ സന്തോഷം തോന്നിയിട്ട് അയാളെ സൈക്കിൾ ഒരു സാധനം കൊടുത്ത് കൊടുക്കുന്ന ആളൊന്നല്ലേ, ആ സൈക്കിൾ തന്നു. പിന്നെ ഇന്ന് വരെ അയാൾ എന്നെ പൈസ വാങ്ങിച്ചില്ല. അങ്ങനെ ഒടുവിലായ അകത്തേക്ക് എടുക്കും ശ്വാസ കളികളിൽ എന്റെ സൈക്കിളിൽ കരുതുന്നുണ്ട്. പക്ഷെ ഞാൻ സൈക്കിൾ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരാളാണ്. എന്ന് മാത്രമല്ല, എനിക്ക് സൈക്കിൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. റഫീഖിന്റെ നേരെ കിട്ടിയതാണ്. എനിക്ക് എല്ലാ വാഹനങ്ങളും ഓടിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് അതിനൊരു പാഷൻ. അപ്പം ഞാൻ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നെതർലാൻഡ്സിൽ പോയി. അപ്പൊ ആംസ്റ്റർഡാമിലെ സൈക്കിളുകളുടെ ഒരു നഗരമാണ്. ആംസ്റ്റർഡാമിലെ സൈക്കിളുകൾ എന്നുള്ള പേരിൽ രാജു റാഫേലിന്റെ പുസ്തകം തന്നെയുണ്ട്. മനോഹരമാണ് ഒരു യാത്ര വരും. അപ്പോൾ സൈക്ലിംഗ് എനിക്ക് ഇഷ്ടമാണ്. സൈക്കിളിനെ പറ്റി ഞാൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. വാഹനങ്ങളെ കുറിച്ച് കുറെ കവിതകൾ എഴുതി. അപ്പൊ അതിലൊരു കവിത ഞാൻ വായിക്കാം. പച്ച, നീല, ചുവപ്പ്. ലോക സൈക്കിൾ ദിനമാണ്, മൂലയിൽ ചാരി നിൽക്കുന്നു പാവം. ചിലന്തികൾ നൂലുപാലിയ ചക്രങ്ങൾ നിശ്ചലം, നാവുപോയി ചിലക്കാത്ത കൈമണി. ഭ്രാന്തവേഗം കുതിച്ചു പിന്തള്ളിയ മാന്ദ്യഭാവന നിത്യപരാജയം. വിറ്റൊഴിക്കാൻ മനസ്സു വരായികയാൽ കെട്ടിയിട്ട് വളർത്തും ഓമൻ മൃഗം. ഓർത്തു പോയ നാൾ ആംസ്റ്റർഡാമിൽ കണ്ട കാഴ്ച. 100,000 തുമ്പികൾ ഓണവായുവിലെന്ന പോലെ പാതയിൽ ഓടി സൈക്കിൾ ആഘോഷിക്കും ഉത്സവം. പട്ടണം തന്നെ എങ്കിലും ഗ്രാമ്യത മുറ്റി നിൽക്കുന്ന ശാന്തമാം വീഥികൾ, തൊട്ടൊഴുകുന്ന കനാലുകൾ, കൽപ്പടവുകൾ, പാലക്കമാനങ്ങൾ. ഒട്ടുമില്ല തിരക്ക്, നടക്കുന്ന മിത്രമേ നിങ്ങൾ ആദ്യം എന്നോതുന്ന നിർത്തിയിട്ടിട്ടുള്ള വാഹനങ്ങൾ. മണിയൊച്ച വേറിട്ട് കേൾപ്പിച്ച സൈക്കിൾ. ഒട്ടുമില്ല തിരക്ക്, നടക്കുന്ന മിത്രമേ നിങ്ങൾ ആദ്യം എന്നോതുന്ന നിർത്തിയിട്ടിട്ടുള്ള വാഹനങ്ങൾ. മണിയൊച്ച വേറിട്ട് കേൾപ്പിച്ച സൈക്കിൾ.
കാലുകൊണ്ട് സംഗീതം രചിക്കുന്ന വാദകരുടെ സിംഫണി, വായുവിൽ പ്രേമമുണ്ടെന്ന് പൊങ്ങിയാടും ബലു, നീലവാലവും വെള്ളി മേഘങ്ങളും. അപ്പോൾ പിറകിൽ നിന്നും ചെവി പൊട്ടുമാറൊരു ഹോൺ മുഴങ്ങുന്നു. നിൽപ്പത് ആംസ്റ്റർഡാം സിറ്റിയിലല്ല, ഇന്ന് പച്ചകിടക്കും ചുവപ്പായ നാട്ടിൽ ഞാൻ. നമ്മളിപ്പോ ഈ റഫീഖ് അഹമ്മദിനെ കുറിച്ച് പറയുമ്പോഴും അതുപോലെ പി രാമചന്ദ്രനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ റഫീഖ് അഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമെത്തുന്ന നേരത്ത് മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന ഇത് രണ്ടും മാത്രമേ മലയാളിയുടെ മനസ്സിൽ വരൂ പെട്ടെന്ന്. അത് കുറ്റമായിട്ട് പറഞ്ഞതല്ല, പക്ഷെ അങ്ങനെ വരും. എന്റെ കയ്യിൽ ഈ ഒരു പുസ്തകം ഉണ്ട്. ഈ പുസ്തകത്തിനകത്ത് നിറയെ കവിതകളാണ്. അത്രമേൽ കവിതകൾ ഇതിനകത്തുണ്ട്. പക്ഷെ ഓർമ്മയിൽ വരുമ്പോ ഈ രണ്ട് പാട്ടുകളെ വരും. പി രാമചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഓ, അതെഴുതിയ ആളാണോ പി രാമചന്ദ്രൻ എന്ന്? എന്റെ കയ്യിലിരിക്കുന്നത് ഇത് ഒരു പുസ്തകമാണ്. ഇതിൽ നിറയെ കവിതകളുണ്ട്. മാഷ് തന്നെ പരാതി പോലെ പറഞ്ഞിട്ടുണ്ട്. കെ.സി. നാരായണ മാഷാണ് ഇതിന് അവതാരം എഴുതിയിട്ടുള്ളത്. അതിൽ ദീർഘ കവിത കെ.സി. നാരായണ മാഷ് തൊട്ടിട്ടില്ല എന്നുള്ളത്. നമുക്ക് ആ ലളിതം എന്ന് പറയുന്നത് വെറും 12 വരികളേ ഉള്ളൂ. വളരെ ലളിതമായ വരികളാണ്. ഈ 12 വരികൾ പലതരത്തിൽ ചൊല്ലിയിട്ടുണ്ട്. പക്ഷെ അതിൽ നല്ല മനോഹരമായ ഒരു ഈണത്തിൽ ചൊല്ലുന്നത് കൂടി കേട്ടതിന് ശേഷം നമുക്ക് മാഷിലേക്ക് വരാം. അത് ചൊല്ലുന്നത് മനിഷിക മധുവാണ്. ഇനിയുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടു മാത്രം മതി. ഇതിലൊന്നേറെ എങ്ങനെ ഇണികളാവിഷ്കരിക്കും ജീവനെ. എത്ര ലളിതമായി എഴുതിയ വരികൾ, എത്ര മനോഹരമായി പാടിയിരിക്കുന്നു. കാറ്റേ കടലേ പട്ടാമ്പിപ്പുഴ മണൽ, ഇതൊക്കെയാണ് ഒരു പക്ഷെ കൊണ്ടുപോയതിനെ കുറിച്ചൊക്കെയാണ് മാഷിനെ കുറിച്ച് എപ്പോഴും പറയുന്ന ഈ പട്ടാമ്പിപ്പുഴ മണൽ. അതൊന്ന് പറയുമ്പോൾ കാരണം വെറുതെ പോയിരുന്ന സമയത്ത് മനസ്സിൽ അത് ശരിക്കും അതൊരു പുഴമണലിൽ, ഭാരതപ്പുഴ മണലിൽ നിന്നോ അങ്ങനെയല്ല പറയുന്നത്. പട്ടാമ്പിപ്പുഴ മണലിൽ എന്ന് കൃത്യമായിട്ട് ഒരു നിശ്ചിത സ്ഥലത്തെ പുഴ അങ്ങനെയാണല്ലോ. ഭാരതപ്പുഴയ്ക്ക് പല പേരുകളാണല്ലോ. ഓരോ സ്ഥലത്ത് ചിറ്റൂർപ്പുഴ എന്ന് പറയും, പൊന്നാനിപ്പുഴ എന്ന് പറയുന്ന ഓരോ സ്ഥലത്ത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ പട്ടാമ്പിയില് തിരുമുറ്റക്കോട് ഭാഗത്തുള്ള ഒരു പുഴയോരത്ത് ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളും കൂടിയിരിക്കുകയും അവിടെ ഈ നനഞ്ഞ മണലിൽ ഇങ്ങനെ വെറുതെ ശില്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രസിച്ചിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. അന്ന് പുഴയിൽ ധാരാളമായിട്ട് ലോറികളാണ്. അപ്പൊ നമ്മള് പറയും കുട്ടികളോട് ചോദിക്കുമ്പോ പുഴയിൽ കാണുന്ന വാഹനങ്ങൾ സ്വാഭാവികമായിട്ട് തോണികൾ എന്ന് പറയുന്നതിന് പകരം ലോറികൾ എന്ന് പറയുന്ന അത്രമേൽ മണൽ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു കാലത്താണ് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് അവിടെ ആ ഒരു പുഴയും അവിടുത്തെ പശ്ചാത്തലവും ഈ മണൽ ലോറികളുടെ പോക്കും എല്ലാം കൂടി ആ ഒരു സന്ദർഭത്തിൽ നിന്നാണ് എനിക്ക് ഇതിന്റെ ആദ്യത്തെ ഈ പട്ടാമ്പി പുഴമൂളം പാട്ടും കേട്ട് ഒരു നാളിൽ വെറുതെ ഇത്തിരി നേരം മണലിൽ ഞാൻ ഇടവേൽക്കെ വെയിലാറി വരുന്നുണ്ട് കുളിർകാറ്റിന് തനുവുണ്ട് എന്ന് പറഞ്ഞ ഇന്ന് തുടങ്ങുന്ന ആ വരികൾ ഞാൻ എഴുതുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടൊരു സംഗതിയാണ്. അന്നത്തെ ഒരു എന്താ പറയാ, ഭാരതപ്പുഴയിൽ ധാരാളമായിട്ട് മണൽ ലോറികൾ പോയിക്കൊണ്ടിരുന്ന ഒരു കാലമാണ്. പിന്നീടാണ് നിയന്ത്രണങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു പരിസ്ഥിതിയെ കുറിച്ചുള്ള ആ ഒരു ചുറ്റുപാടിനെ കുറിച്ചുള്ള ഒരു കൺസേൺ അതെനിക്ക് ഒരുപാട് കവിതകളുണ്ട്. അതിന് മാമ്പഴക്കാലത്തിൽ വന്നു, അത് പറഞ്ഞ ഒരു കാറ്റേക്കടലിലും ഉണ്ട് ഈ കാര്യം. ഇത് പറഞ്ഞപ്പോൾ ഞാനിപ്പോ ഈ ലളിതന്നുള്ള കവിത കാറ്റേക്കടലെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ 2014 ഈ ഷാർജയിലെ ഇതേപോലെ ഒരു കാവ്യസന്ധ്യയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചൊല്ലിയത് ലളിതാണ്. പിന്നീട് ഞാൻ ഈ കാറ്റേക്കടലെ എന്നുള്ള കവിത ഞാൻ ഇവിടെ അവതരിപ്പിച്ചിരുന്നു. അപ്പൊ അത് ഓർമ്മിക്കാൻ കൂടെ ഒരു സന്ദർഭമായിരുന്നു. നമുക്കിനി
സദസ്സിന്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതും കൂടിയാകും അല്ലെ നമ്മുടെ സമയം. നാസർക്കയുടെ ചോദ്യമാണ്. ചെറിയൊരു ചോദ്യമാണ്. പിന്നെ കേരളത്തിലെ വലിയ തോതിൽ വിഭാഗീയത പഠിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും കവികളിൽ ശാന്തരായിട്ട് നടന്നാൽ മതിയെന്ന് നടത്തുന്നു. കാരണം കേരളത്തിന്റെ പാരമ്പര്യത്തിലൊക്കെയും കവിതകളും പാട്ടുകളും ഒക്കെ വലിയ തോതിൽ സാമൂഹ്യ പരിവർത്തനത്തിന് ഉപകരിച്ചൊരു ഘട്ടത്തിൽ ഇപ്പം ഈ ശാന്ത പ്രകൃതി എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് പേടി തോന്നുന്നു. അങ്ങനെ തന്നെ പോയാൽ മതിയോ എന്നാണ് ചോദ്യം. ആരോടാണ്? റഫീഖ് അഹമ്മദ്. രണ്ടുപേർക്കും മതി. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇന്ന് കേരളത്തില് ഈ വിഭാഗീയത ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സ്വച്ഛാധിപത്യ പ്രവണതകൾക്ക് അത്തരം കാര്യങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് എഴുത്തുകാരുടെ നിന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ അവരെ നിശബ്ദരാണെന്നോ അവരൊന്നും പറയുന്നില്ല എന്നോ എന്നുള്ള രീതിയിലൊരു തോന്നിയിരിക്കേണ്ടതില്ല. പിന്നെ പറയുന്ന രീതികൾ നമ്മളിപ്പോ വളരെ ക്ഷോഭത്തോടു കൂടിയിട്ടോ അല്ലെങ്കിൽ അട്ടഹസിച്ചുകൊണ്ടോ പ്രത്യേകിച്ച് കാര്യമില്ല. മാത്രമല്ല കവിതയോ അല്ലെങ്കിൽ എഴുത്തിനെയോ അത്രമാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമൊന്നുമല്ല എന്നുള്ളത്. എങ്കിലും എഴുത്തുകാര് പിന്നെ അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പല കവിതയിൽ സൂക്ഷ്മമായിട്ട് അനുധാവനം ചെയ്യുന്നവർക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കവിത എന്നൊക്കെ പറയുന്നത് പോലെ വളരെ പ്രകടമായ രീതിയിൽ മുദ്രാവാക്യപ്രായത്തിൽ എഴുതപ്പെടേണ്ടതൊന്നല്ല. കാരണം മറ്റ് ഒരുപാട് ഇപ്പൊ നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ പുതിയ മാധ്യമങ്ങളൊക്കെ സജീവമായ നിലയ്ക്ക് ഇത്തരം കാര്യങ്ങള് പിന്നെ കൂടുതൽ ശക്തമായിട്ട് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റാവുന്ന മറ്റ് കാര്യങ്ങളുണ്ട്. അതിലൂടെയൊക്കെ തന്നെ ആളുകൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയ ട്രോളുകളിലൂടെയെങ്കിലും പലപ്പോഴും ആളുകൾ ഇത്തരം കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. കവിത എല്ലാ കാലത്തും കുറെ കൂടി ആഴത്തിലും പിന്നെ ഒരു കാലത്തേക്ക് കൂടി വായിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ ആണ് എഴുതപ്പെടുന്നത് പല കൃതികളും. അത് ചെയ്യപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാളുടെ അഭിപ്രായത്തിൽ ഞാൻ യോജിക്കുന്നു. ചോദ്യം രശ്മി രഞ്ജൻ. രണ്ടുപേരും ക്വസ്റ്റ്യൻ. ഒന്ന് PV മാഷും റഫീഖിയും രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ഒരു കവിതയ്ക്കപ്പുറം യാത്രകൾ, വര, ഇലിസ്ട്രേഷൻ. ഇപ്പം മാക്കു എന്നുള്ള മാഷിന്റെ വരയാണെങ്കിലും റഫീഖി ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ ഒരു സംഭവത്തെ കുറിച്ചോ അല്ലെങ്കിൽ സാമൂഹിക വിമർശനത്തെ കുറിച്ചോ ഒക്കെ പലപ്പോഴും ഇലിസ്ട്രേഷൻ ആയി ചെയ്യുന്നവരുണ്ട്. അപ്പൊ എന്താണ് അങ്ങനെ ആ ഒരു വരയിലേക്കുള്ള താല്പര്യങ്ങളിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ് സമൂഹത്തിൽ? ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇപ്പൊ നാസിക പറഞ്ഞതുപോലെ മുൻപ് കുഞ്ചൻ നമ്പ്യാർ തൊട്ടുള്ള ആളുകൾ സാമൂഹിക വിമർശനം, ഒരു പരിഷ്കരണം, ചേഞ്ചസ് ഇൻ സൊസൈറ്റി, ഇതിനു വേണ്ടി കവിതയൊക്കെ എഴുതിയിരുന്നു. അപ്പൊ ചിലപ്പോൾ വിമർശിച്ചെഴുതിയിരുന്നു. ഇപ്പോ നമ്മുടെ തീവണ്ടി വെച്ചതിനെ കുറിച്ച്, ആകാശം, കേരളത്തിലെ ആകാശം, ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ FPL റഫീഖി എഴുതുന്നത് വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങുകയും ചില സമയത്ത് എയറിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ എങ്ങനെയാണ് കാണുന്നത്? അസ്വസ്ഥപ്പെടുത്താറുണ്ടോ? അതിനെങ്ങനെയാണ് സമൂഹം താങ്കളോട് പ്രതികരിക്കുന്നത്? അത് ഏൽക്കാറുണ്ടോ? ആ എഴുതുന്ന വിമർശനം എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത്? രണ്ട് ചോദ്യങ്ങളുണ്ട്. താങ്ക് യു. വരയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ വര പലപ്പോഴും ഇപ്പൊ ഈ നമുക്ക് ഫേസ്ബുക്ക് ഒക്കെ പറയണം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പോലുള്ള ഒരു പ്രതലം നമുക്ക് കിട്ടിയത് കൊണ്ട് ഏറ്റവും അപ്പോൾ കാര്യങ്ങളെ വരയിലൂടെ അവതരിപ്പിക്കാൻ കഴിയും. അതിപ്പോ ഒരു പത്രത്തിലെ പ്രസിദ്ധീകരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല പലപ്പോഴും കവിതയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു രൂപമാണ് കാർട്ടൂൺ എന്ന് പറയുന്ന കലാരൂപം. കാരണം അത് കുറച്ച് വരകൾ കൊണ്ട് കുറെ കാര്യങ്ങൾ കവിതയ്ക്ക് കാർട്ടൂണിലൂടെ പറയാൻ കഴിയും. കവിതയിൽ അങ്ങനെ തന്നെയാണ്, കുറച്ച് വരികളെ കണ്ടു കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. അതുകൊണ്ട് അതിനൊരു സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതിപ്പോ നമ്മുടെ കാര്യങ്ങളിൽ ഇപ്പൊ ഈ ആകാശത്തിന്റെ വിഷയം അത് ഒക്കെ തന്നെ നമ്മൾ വളരെയധികം ഉപരിപ്ലവമായ രീതിയിൽ കാര്യങ്ങളെ കാണുന്ന തരത്തിലേക്ക് ലോകം മാറിയിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ അതിനൊന്നും ആഴത്തിലൊന്നും ആളുകൾക്ക് പോകാനുള്ള താല്പര്യമില്ല, എന്നുള്ള ഒരു മനസ്സില്ല അതില്. അതുകൊണ്ട് ഇപ്പോ ഇടുങ്ങിയ ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും പേപ്പറിലേക്ക് നോക്കുകയും ചെയ്യുന്നത്, അതായത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നോക്കുന്നില്ല. നമ്മുടെ മനസ്സുകൾ ഇടുങ്ങിപ്പോയതിനെ പറ്റിയിട്ടാണോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ കവിതയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, കവിത എന്തുകൊണ്ട് അത് എഴുതപ്പെടുന്നില്ല. കാരണം കവിത ഒന്നും അങ്ങനെ സീരിയസ് ആയിട്ട് വായിക്കുന്നില്ല എന്നുള്ളതാണ്.
ആ രീതിയിലുള്ള കവിതയൊന്നും കാണുന്നില്ല. ആ ഒരു കാലം കഴിഞ്ഞു. മുമ്പ് ഇവിടെ സൂചിപ്പിച്ച കുഞ്ചൻ നമ്പ്യാരോ അല്ലെങ്കിൽ കുമാരനാശാനോ വയലോപ്പിലെയോ ഒക്കെ എഴുതിയിരുന്ന പോലുള്ള വളരെ രൂക്ഷമായിട്ടുള്ള സാമൂഹിക വിമർശന കവിതകൾ വരികയും അതിനെ സമൂഹം ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മറിച്ച് വളരെ സൂപ്പർഫിഷ്യലായ രീതിയിൽ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പിന്നെ നമ്മൾ അടയാളപ്പെടുത്തി വെക്കുകയാണ് ചെയ്യുന്ന കവികൾക്ക്. കാരണം അവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് ആളുകൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അത് ഏത് കണ്ടാലും അത് അടയാളപ്പെടുത്തി വെക്കുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യം, കവികളുടെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് കവികൾ അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. രശ്മി വരയിലുള്ള താല്പര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പം മുതൽ എനിക്കുണ്ടായിരുന്നു. പല അഭിരുചികളിൽ ഒന്നാണ് എനിക്ക് വരയും. അതുപോലെ ഞാൻ തിയേറ്റർ പ്രവർത്തനത്തിലുണ്ടായിട്ടുണ്ട്. അതിന്റെ സംഘാടനത്തിലൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ വേറെ ഒരു വെബ് പബ്ലിഷിംഗായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 2003 ഞാൻ ഹരിതകൾ.com എന്നൊരു വെബ്സൈറ്റ് കവിതയ്ക്ക് മാത്രമായിട്ട് ഞാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നത് അക്കാലത്ത് എനിക്ക് ഈ ഗൾഫിലുള്ള ഒരുപാട് പ്രവാസികളായിട്ടുള്ള മലയാളികളിൽ നിന്നാണ് ഏറ്റവും അധികം കവിതകൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. കൂടുതൽ സിംഗ്, അതുപോലെ നമ്മുടെ ടി.കെ. അനിൽകുമാർ, അതുപോലെ ഇപ്പം നമ്മളോടൊപ്പം ഇല്ലാത്ത ആസ്മു, അതുപോലെ T.S. ശശി, ഇവരുടെയൊക്കെ കവിതകൾ അക്കാലത്ത് ഞാൻ അതിൽ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു മേഖലയിട്ട് പല അഭിരുചികളിൽ ഒന്നാണ് എനിക്ക് വരാനുണ്ടായിരുന്നത്. അത് വികസിച്ചു വന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് ഈ മൊബൈൽ ഫോണിൽ ഈ പെൻ ഉപയോഗിച്ച് വരയ്ക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടായി. വായിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ. വരയ്ക്കുന്നതിനേക്കാൾ വായിക്കാനുള്ള ഒരു സൗഹൃദം കിട്ടിയപ്പോഴാണ് ഞാൻ സ്കെച്ചുകളൊക്കെ ചെയ്യാൻ ശ്രമിച്ചത്. എനിക്ക് ഒരു വലിയൊരു ദുരന്തം എന്താ വെച്ചാൽ ഞാൻ കളർ ബ്ലൈൻഡ് ആണ്, വർണ്ണാന്തനാണ്. അപ്പൊ വർണ്ണ വെറിയനാണെന്ന് ആരും പറയില്ല, വർണ്ണാന്തൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതിനുള്ളൊരു കൗതുകം മാത്രമാണ് എനിക്ക്. അതിന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഏതാണ്ട് 1 മണിക്കൂർ നേരം വളരെ മനോഹരമായി കവിതകളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇനിയും ഒരുപാട് സംസാരിക്കാൻ ബാക്കിയുണ്ട്, പക്ഷേ സമയം അതിക്രമിച്ചു. 2 പേർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. ഒപ്പം ഈ സദസ്സിന് സ്നേഹം അറിയിക്കുന്നു. ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാതെ പി രാമേന്ദ്രൻ മാഷിന്റെ ഒരു കവിത, ലൈബ്രറി മരിച്ചതിൽ പിന്നെ രമണൻ ഇരുന്നിടത്ത് പാത്തുമ്മയുടെ ആടിനെ കാണാം, ചെമ്മീൻ വച്ചിടത്ത് കേരളത്തിലെ പക്ഷികൾ ചേക്കേറി, പാവങ്ങളുടെ സ്ഥാനത്ത് പ്രഭുക്കളും ഭൃത്യന്മാരുമാണ്, മാർത്താണ്ഡവർമ്മയെ തിരഞ്ഞാൽ ഡ്രാക്കുള പിടികൂടാം, ലൈബ്രറി മരിച്ചതിൽ പിന്നെ വായനശാലയ്ക്ക് വ്യവസ്ഥയില്ലാതായി, ക്രമനമ്പർ തെറ്റി, ഇരിപ്പിടങ്ങൾ മാറി, പുറംചട്ടകൾ ഭേദിച്ച് ഉള്ളടക്കം പുറത്തു കടന്നു. കേരളത്തിലെ വായനശാലകൾക്ക് എന്ത് സംഭവിച്ചു എന്ന ഒരു ആധിയിൽ നിന്നാണ് ഈ വരികൾ ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അങ്ങനെ അല്ല എന്ന് തെളിയിക്കുന്ന ഒരു വലിയ സദസ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കവിത കേൾക്കുന്ന, ക്രമനമ്പർ തെറ്റാതെ കൃത്യമായി പുസ്തകങ്ങൾ വായിക്കുകയും കവിതകൾ വായിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സദസ്സ് ഈ ഷാർജയിലും UAE-യിലും ഉണ്ട് എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു. ഒരിക്കൽ കൂടി ഇതിനവസരം ഒരുക്കി തന്ന അത് സ്വകാര്യമായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിരിക്കുകയാണ്. പറയണം, അതായത് വിമാനത്തിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, വിമാനത്തിൽ കയറാൻ തീരെ താല്പര്യമില്ല, പേടി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുകൊണ്ട് ഒഴിവാക്കാൻ മതി. ഒരുപാട് പ്രാവശ്യം ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും വിളിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അകാരണമായ, എനിക്ക് കാരണമുള്ള മറ്റുള്ളവർക്ക് അകാരണമായിട്ട് തോന്നുന്ന ഒരു ഭയം ഉണ്ട്. കാരണം ഈ ഭൂമി വിട്ട് സാധനം പോയി കഴിയുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ എനിക്കുണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുന്നത്, ഞാനിപ്പോ ഈ ദുനിയാവിന്റെ ഏത് ബ്രഹ്മാണ്ടത്തിന്റെ എവിടെയോ ഏതോ ഒരു അനന്തമാണല്ലോ എന്നുള്ള ഒരു ആദ്യം എനിക്ക് വരും. അപ്പൊ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ആദ്യങ്ങളൊക്കെ വലിച്ചു കയറ്റി അല്ല, ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, 2-3 പ്രാവശ്യം യാത്ര ചെയ്തു. പക്ഷെ കംഫർട്ടബിൾ അല്ല.